கர்த்தருக்குள் மகிழ்ந்து அவரை நம்புவான். செம்மையான இருதயம் உள்ளவர்கள் யாவரும் மேன்மை பாராட்டுவார்கள். சங்கீதம் 64:10. The righteous shall be glad in the Lord and shall trust in him, and all the upright in heart shall glory. Psalms 64:10. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே காட் கோசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். தேவனாகிய கர்த்தர் இந்த மாதத்திலே தம்முடைய வார்த்தைகளை நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். ஆதலால் அவர் சொன்ன வார்த்தையின்படியே நிறைவேற்றுவார். நாம் கண்ட எல்லா துயரங்களுக்கும், சூழ்நிலைகளுக்கும், பிரச்சனைகளுக்கும், கடன் பாரங்களுக்கும் பலனாக தேவனுடைய வார்த்தையை பிடித்து கொள்ளுவோம். நிச்சயம் தேவனாகிய கர்த்தர் தம்முடைய வார்த்தையின்படியே நம்மை ஆசீர்வதிப்பார். இந்த 2வது மாதத்திலே ஒவ்வொரு நாளும் தேவனுடைய வார்த்தையை கேளுங்கள், அறிக்கை செய்யுங்கள், விசுவாசியுங்கள். கர்த்தர் சொன்ன வாக்கு தத்தங்களை அவர் நிறைவேற்றுவார் என்று விசுவாசிப்போம், காத்திருப்போம். தேவனாகிய கர்த்தர் இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. ஆமேன். കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെ വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാഡ് ഗോസ് മിനിസ്റ്റർ ബന്ധത്തിൽ ബഹുമാനമുള്ള തോമസ് അവറുകൾ, തന്റെ കുടുംബം, തന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർ, ഗാഡ് ഗോസ് മിനിസ്റ്ററുടെ ചെറുതും വലുതുമായ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സഹകരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും ഈ രാവിലെ സ്നേഹത്തെ വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ചിന്തകൾക്ക് വിപരീതമായി, കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങൾക്ക് വിപരീതമായി ഈ പ്രഭാതം നമുക്കായി വേർതിരിച്ചു തന്ന ദൈവത്തിനായി രാവിലെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒത്തിരി വേദനയോടെയും, ഒത്തിരി കരച്ചിലോടെയും, ഒത്തിരി കണ്ണുനീരോടെയും, ഒത്തിരി പ്രയാസ പ്രതിസന്ധികളോടും, ഒത്തിരി കടഭാരത്തോടും, ഒത്തിരി വ്യാകുലതയോടെയും കഴിഞ്ഞ രാത്രി നമ്മെ വിട്ട് ടാറ്റാ പറഞ്ഞു. ഹല്ലേലൂയ. പലരും വിചാരിച്ചു, ഈ പ്രഭാതം എനിക്ക് കാണാൻ കഴിയുമോ? ഈ പ്രഭാതത്തിൽ ഞാൻ നേരിടേണ്ട പ്രശ്നങ്ങളെ ഞാൻ എങ്ങനെ നേരിടും? നാളെ അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് എനിക്ക് നിലനിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ അതിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട് എന്നല്ല ആകുല ചിന്തയിലായിരുന്നിട്ടും ദൈവം പ്രഭാതം നമുക്കായി ദാനം തന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമീൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്ന പ്രതിസന്ധികളെ ദൈവം കാണാതെ പോകുന്ന ദൈവമല്ല. ആമീൻ. പ്രൈസ് ലോർഡ്. തന്റെ മക്കളുടെ കണ്ണുനീരിനെയും കട്ടതയും കാണാതെ, ഹല്ലേലൂയ, കണ്ടിട്ടും കാണാതെ പോകുന്ന ദൈവത്തെയല്ല നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ആമേൻ. ഒരു ഭക്തന്റെ തലയിലെ മുടി പോലും കൊഴിയുന്നത് ദൈവത്തിനറിയാം. ആമേൻ. ദൈവം എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വയലിലെ താമരയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, അവ വേറൊന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതിന് നിൽക്കാൻ പ്രത്യേക സ്ഥലമൊന്നും അത് തയ്യാറാകുന്നില്ല. അവയെപ്പോലും ഭംഗിയായി കരുതുന്ന ദൈവം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കാക്കകൾ നോക്കുവിൻ. ആമേൻ. ഹല്ലേലൂയ. അവ നാളേക്കായി വിചാരപ്പെടുന്നില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർ മറ്റ് സമ്പത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല, മറ്റാരുടെ ഒരു കാര്യം വെട്ടിപ്പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കുള്ളതൊക്കെയും ദൈവം അന്നു വേണ്ടതൊക്കെയും പോറ്റി പുലർത്തുന്ന ദൈവം. കുരുകിലൊരു വീടും മീവൽപ്പിച്ച് കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നത് പോലെ ആമേൻ. നമ്മുടെ ഈ അവസ്ഥകൾക്കൊക്കെ ദൈവം വ്യത്യാസം വരുത്തും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തെ കണ്ടിട്ടാണ് നീ ഭയന്ന് നിൽക്കുന്നെങ്കിൽ ആമേൻ, അതിനപ്പുറം വഴി തുറക്കുന്ന ശക്തനായ ദൈവത്തെ നമുക്ക് കാണാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിസന്ധികളുടെ മധ്യേ, അനുരൂപന പ്രതിസന്ധികളുടെ മധ്യേ, പ്രതികൂലത്തിന്റെ മധ്യേ, ആകുലതയുടെ മധ്യേ, ആമേൻ, ഹല്ലേലൂയ, കട്ടതയുടെ മധ്യേ, കണ്ണുനീരിന്റെ മധ്യേ, പ്രയാസ പ്രതിസന്ധികളുടെ കടഭാരത്തിന്റെ ജപ്തിയുടെ മധ്യേ ദൈവം വഴി തുറക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വിളിക്കപ്പെട്ട ജനമേ, ദൈവത്തെ സ്നേഹിക്കുന്ന ജനമേ, എൻ്റെ കൂട്ടു സഹോദരങ്ങളെ, വേലക്കാരെ, ഹല്ലേലൂയ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആകുലതയാണ് കണ്ട് ഭയപ്പെടുമെങ്കിൽ ആമേൻ തെറ്റി ഈ പ്രഭാതത്തിൽ നമുക്ക് തിരികെ ചിന്തിക്കാം. യേശുവിന്റെ നാമത്തിൽ ആകുലത അല്ല നാം കാണേണ്ടത്, നമുക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. സാക്ഷാൽ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ എല്ലാവരും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. ഈ പ്രഭാതത്തിൽ ഒരു ദൈവിക വചനത്തിന്റെ മർമ്മഭാഗം മാത്രം ഒന്ന് ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു ചെറിയ ചിന്ത മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനായി ആമേൻ തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യ ശകലമാണ്. ഞാനത് വായിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയിട്ടില്ല. ഇന്നല്ല വേദവാക്യത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള തിരുവചന വേദഭാഗമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ആദിയുടെ വചനം, ദൈവത്തോടു കൂടെ ചേർന്ന വചനം സാക്ഷാൽ യേശു ക്രിസ്തു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിതാവ് തന്റെ ഏകജാതന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു പ്രത്യേക ദൗത്യം മാത്രം പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉളവാക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് സമൂഹത്തെ മാത്രം അടിസ്ഥാന ഉപദേശങ്ങൾ കൊടുത്ത് അവരെ മാത്രം തന്റെ മക്കളാക്കാനും ശിഷ്യരാക്കാനും വേണ്ടി അല്ല. ആമേൻ. ഹല്ലേലൂയ. സകല ജാതികൾക്കും വേണ്ടി, ആമേൻ, സകല വംശങ്ങൾക്കും വേണ്ടി, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി ഭ്രാന്തന്മാർ പറയുന്നവരെ മാറ്റി നിർത്താതെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണമുള്ളവനെന്നോ പദവിയുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ദാരിദ്ര്യപ്പെട്ടവനെന്നോ വീടുള്ളവനെന്നോ വീടില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ സകലർക്കും വേണ്ടി, മനുഷ്യരായി പിറവിയെടുത്ത സകലർക്കും വേണ്ടി ആദിയിലെ വചനം. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിതാവിൽ നിന്നും പുത്രനിലേക്കും, പുത്രനിൽ നിന്നും നമ്മളിൽ ഓരോരുത്തരിലേക്കും. വേറെ ആരെ ദൈവം തിരഞ്ഞെടുത്തില്ല, ആരെയും ദൈവം മാറ്റി നിർത്തിയില്ല. ഹല്ലേലൂയ. നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മുടെ കഷ്ടതയിലും പ്രയാസത്തിലും പ്രതിസന്ധിയിലും ആകുലതയിലും മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല. വാസ്തവമായ കാര്യം അല്ലേ? വാസ്തവമായ കാര്യം. ഞാൻ കടഭാരത്തിന്റെയും ജപ്തിയുടെയും വക്കിലായിരുന്നു. അതിന്റെ എൻഡ് വരെ ഞാൻ കണ്ടു. എന്നെ സഹായിക്കാന്ന് പറഞ്ഞവരാരെയും ഞാൻ കണ്ടില്ല. വാസ്തവമായ കാര്യം. ഞാനൊരു പ്രതികൂല സാഹചര്യത്തിലായിരുന്നു, പലരും എന്നെ കൈവിട്ടു. വാസ്തവമായ പച്ചയായ കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്ദിതനായിരുന്നു, ഞാൻ നിരാശനായിരുന്നു. മക്കളുടെ ബന്ധത്തിൽ, ഭാര്യയുടെ ബന്ധത്തിൽ, ഭർത്താവിനുടെ ബന്ധത്തിൽ, ശുശ്രൂഷയുടെ ബന്ധത്തിൽ, ജോലിയുടെ ബന്ധത്തിൽ ഞാൻ ആകുല ചിന്തയിലായിരുന്നു. ആരും എന്നെ സഹായിച്ചില്ല. സത്യമല്ലേ? നമ്മെ സഹായിക്കാൻ ആരും വരത്തില്ല. വിശ്വസിക്കേ, നമ്മെ സഹായിക്കാൻ ആരും വരത്തില്ലെന്നേ. നമ്മെ സഹായിക്കാൻ ഹല്ലേലൂയ സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് നമ്മുടെ അനുവാദം കൂടാതെ
നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന ക്രിസ്തുവല്ലാതെ ഭൂമിയിൽ നമ്മെ സഹായിക്കാൻ ആരും കാണത്തില്ല. ഒരാമയും പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആദിയിലെ വചനം. ഈ ക്രിസ്തു അവതാരമെടുത്ത ജഡാവതാരത്തിൽ ഭൂമിയിലേക്ക് വന്നിട്ട് വേദപുസ്തകത്തിലെ വചനത്തെ വളച്ചൊടിക്കുകയോ വേദപുസ്തകത്തിലെ വചനത്തെ വേണ്ടെന്ന് പറയുകയോ അത് വേണ്ട, ഇത് മാത്രം മതി എന്ന് പറയുകയോ ചില സമൂഹക്കാർ പഴയത് വേണ്ട പുതിയത് മതി, ചിലർ പുതിയത് വേണ്ട പഴയത് മതി, ചിലർ അതിന്റെ മധ്യഭാഗത്തുള്ള വേദവാക്യങ്ങൾ മതി. ആമേൻ. അവരുടെ ഇഷ്ടത്തിന് ഇട്ടയ്ക്കുവാണ്, അവരുടെ ഇംഗിതത്തിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ യോഹന്നാൻ സുവിശേഷം 1 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സാക്ഷാൽ ക്രിസ്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരെയും ദൈവമക്കളാക്കുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. ഈ വചനത്തെ ചേർത്ത് പിടിക്കുന്ന, ഈ ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരത്താരിൽ അഭയം പ്രാപിക്കുന്ന, ദൈവത്തിന്റെ പാദാന്തികത്തിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യരെ കൈവിടാത്ത ദൈവമാണ് നമ്മുടെ കർത്താവ്. സമൂഹ മാധ്യമങ്ങൾ, ഒരു വിഭാഗക്കാർ ഹല്ലേലൂയ, അതല്ല ശരി, ഇതാണ് ശരി, ഇതല്ല ശരി, അതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് മനഃപൂർവ്വമായി ജനത്തെ ഒരു വശത്ത് നിന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ആദിയിലെ വചനം, ദൈവമായ വചനം, ദൈവത്തോട് കൂടെയിരുന്ന വചനം, ഈ വചനം നമ്മെ സ്വർഗത്തിൽ എത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത വചനം, നമ്മുടെ കഷ്ടതയിൽ ബലം തരുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ രോഗത്തിൽ സൗഖ്യം തരുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവത്തിന്റെ വചനം, സാക്ഷാൽ ക്രിസ്തു. ആമേൻ. ഈ വചനത്തെ സ്വീകരിക്കുന്നവർ, ഈ വചനത്തെ മാറോട് ചേർക്കുന്നവർ, ഈ വചനത്തെ ജീവനായി കരുതുന്നവർ ഒരു നാളും ഉപേക്ഷിക്കപ്പെടത്തില്ല. അവർ ഒരു നാളും ഇരുട്ടിൽ അലയത്തില്ല. അവർ ഒരു നാളും ഏകാന്തതരാകത്തീരത്തില്ല. അവർ ഒരു നാളും അനാഥരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉളവായത് മുഴുവനും യേശു ക്രിസ്തു മുഖാന്തരമാണ് ഉളവായത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നെ തന്നെ പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്, ഏകാന്തതയാണ്, ഞാൻ അനാഥനാണ്, ഞാൻ സഭയിൽ തള്ളപ്പെട്ടവനാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തായപ്പെട്ടവനാണ്, എന്റെ സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടവനാണ്, എന്റെ സഹോദരങ്ങളുടെ മധ്യേ ഞാൻ ഒറ്റപ്പെട്ടവനാണെന്ന് ഈ വചനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ നീ അത് പറയുന്നത്? തിരികെ വരാം. വചനത്തെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. ആദിയിലെ വചനം. പ്രൈസ് ദി ലോർഡ്. എത്ര കോടിക്കണക്കിന് വേദപുസ്തകങ്ങൾ ചുട്ടരിച്ചു കളഞ്ഞു. കോടിക്കണക്കിന് മതഭ്രാന്തമൊത്ത കോടിക്കണക്കിന് സഭകളെ, സഭാവിശ്വാസികളെ, ശുശ്രൂഷകരെ, ആമേൻ, ഈ വചനം പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ, തന്നെ ഷോറൂമുകളെ, അത് വിതരണം ചെയ്യുന്ന വിതരണക്കാരെ ഉന്മൂലനാശം ചെയ്തു. ഈ വചനത്തിന് വ്യത്യാസമില്ല. ഹല്ലേലൂയ. അഭിമാനത്തോടെ നമുക്ക് പറയാം, ഇതാദിയിലെ വചനം. ഇതൊരു മനുഷ്യൻ വിചാരിച്ചാൽ അടിച്ചമർത്തപ്പെടത്തില്ല. ഒരു സമൂഹം വിചാരിച്ചാൽ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. സ്വർഗത്തിലെ വചനം. ഈ വചനത്തെ അനുസരിപ്പാൻ, ഈ വചനത്തെ പഠിപ്പാൻ, ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിപ്പാൻ, ഈ വചനത്തെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വിളമ്പിക്കൊടുപ്പാൻ
നമ്മെ തിരഞ്ഞെടുത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആദിയിലെ വചനം കഷ്ടതയിൽ, കണ്ണുനീരിൽ, പ്രയാസ പ്രതിസന്ധികളിൽ ബലം തരുന്ന ആദിയിലെ വചനം. ഹേമേൻ, ഹല്ലേലൂയ, ആമേൻ. ആദിയിലെ വചനം, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തെ മാത്രം കൊണ്ടുവരും. ഈ വചനത്തിന്റെ വഴിയെ നമുക്ക് നടക്കാം. ഈ വചനത്തെ നമുക്ക് പിൻപറ്റാം. ഈ വചനത്തെ ജീവനായി നമുക്ക് കരുതാം. സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിന്റെ 105 വേദഭാഗം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. 119 105 വേദഭാഗം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെ പോകണമെന്ന് ഈ വചനം, ഞാൻ എവിടെ സഞ്ചരിക്കണമെന്ന് ഈ പ്രകാശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, ഈ വചനത്തെ വിശ്വസിക്കുന്നവൻ അന്ധകാരത്തിലാകത്തില്ല എന്നല്ലേ? ഈ വചനത്തെ വിശ്വസിക്കുന്ന വഴി തെറ്റത്തില്ല എന്നല്ലേ? ഈ വചനത്തെ വിശ്വസിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നല്ലേ ആദിയിലെ വചനം? പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിന്റെ 103 വേദഭാഗം. ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല, നിന്റെ വചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിനേക്കാളും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വചനം ഒരു കയ്പല്ല. ഈ വചനം നമുക്കൊരു ഭാരമല്ല. ഈ വചനം നമുക്ക് ആകുലതയല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തെ അനുസരിപ്പാൻ, ഈ വചനത്തെ കേൾപ്പാൻ, ഈ വചനത്തെ പഠിപ്പാൻ നമുക്കായി ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 14 വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും ഇതേ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേൻ. ആദിയിലെ വചനം പൈശാചിക മണ്ഡലത്തെയും രോഗമണ്ഡലത്തെയും ജയിക്കുന്ന ആദിയിലെ വചനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൽപ്പനകളെ ഞാൻ അങ്ങനെ വിട്ടുമാർ. ഈ മധുരമായ വചനത്തെ വിട്ട് ഞാൻ എങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും ഓടും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ വചനം എന്റെ അല്പബുദ്ധിയെ, എന്റെ അല്പ അറിവുകേടിനെ, ആമേൻ, നിന്റെ വചനം എന്നെ അറിവിലേക്ക് കൊണ്ടുവരുന്നു, എന്നെ ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്നു, എന്നെ വിവേകത്തിലേക്ക് കൊണ്ടുവരുന്നു, എന്നെ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്റെ സമൂഹത്തിൽ അഭിമാനത്തോടെ ജീവിപ്പാൻ ഈ വചനം എന്നെ സഹായിക്കും. ആദിയിലെ വചനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സദൃശവാക്യങ്ങൾ 16 അധ്യായത്തിന്റെ 16 വാക്യം. തങ്കത്തെക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നു എത്ര നല്ലത്, വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം. ആദിയിലെ വചനം. ഈ വചനം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ വചനം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ രോഗസൗഖ്യത്തെ കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ വചനം ബലഹീനതയിൽ തുണ നിൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ വചനം കഷ്ടതയിൽ നിന്നും കണ്ണുനീരിൽ നിന്നും ആകുല ചിന്തയിൽ നിന്നും ഒരു ഓപ്പണിങ്ങിനെ കൊണ്ടുവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആദിയിലെ വചനം. പത്രോസ് 2 അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിച്ചാൽ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. ഒരു ശിശുവിനെ പോലെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ.
സമൂഹങ്ങളും സംഘടനക്കാരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരുപക്ഷെ നിന്നെ വേദനിപ്പിക്കുന്നുവോ? ഈ മതമാർഗത്തെ വിട്ടുപിരിഞ്ഞ്, ഈ ശുശ്രൂഷയെ വിട്ടുപിരിഞ്ഞ്, ഈ പ്രാർത്ഥനയെ വെറുത്തുകൊണ്ട്, ഈ ദൈവവചനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങി വരാൻ ആഹ്വാനം ചെയ്യുന്നുവോ? ആ ധീരവചനം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, മകനെ മകളെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഭൂമിയിൽ അവതരിപ്പിച്ചത്. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ കട്ടതയ്ക്ക് വേണ്ടി, നിന്റെ കണ്ണുനീര് തുടപ്പാൻ, നിന്റെ കൂടെ ഇരിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ. പലരും നിന്നെ പേർ ചൊല്ലി വിളിക്കുന്നത് വേറെ ചില പേരുകൾ വിളിച്ചായിരിക്കാം. പലരും നീ നടന്നു പോകുന്ന നടവഴിയിൽ നിന്നുകൊണ്ട് ദേ പോകുന്നില്ലേ എന്ന് പറഞ്ഞ് വേറൊരു പേര് വിളിക്കുമായിരിക്കാം. ഒരുപക്ഷെ നിന്റെ കൂടപ്പിറപ്പുകളും അപ്പനും അമ്മയും നിന്നെ മറ്റൊരു പേര് പറഞ്ഞു വിളിച്ച് ആക്ഷേപിക്കുന്നതായിരിക്കാം. പക്ഷെ യേശു ക്രിസ്തു ആവിര വചനം പറയുന്നു, തന്റെ മകനും മകളുമാണ്. ഓ, ഇന്ന് വരെ നമ്മെക്കുറിച്ച് ആരും അഡ്രസ് പറയാതെ, നമുക്കൊരു ജീവിതമാർഗം കാണിച്ചു തരാതെ, നമ്മെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ് നമ്മെ ഏറ്റവും പടുകുഴിയിലേക്ക് തള്ളിയിടുമ്പോൾ പുത്തൻ പാട്ടും തന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തുന്ന ആദിയിലെ വചനം, ഈ വചനം ദീർഘായുസ്സോടെ ജീവിപ്പാൻ ഇടയാക്കട്ടെ. ഈ വചനം ബലഹീനതയിൽ തുണ നിൽക്കട്ടെ. ഈ വചനം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹം മാത്രം ഈ വചനം കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ. ജാതി പറഞ്ഞോ, മതം പറഞ്ഞോ, സഭ പറഞ്ഞോ, കുടുംബം പറഞ്ഞോ, കുലം പറഞ്ഞോ നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ മറുപടി പറയാൻ പോകണ്ട. നമുക്ക് ദൈവത്തിന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് പറയാം, കർത്താവേ, ഞാൻ നിന്റെ വചനം ഈ രാവിലെ അംഗീകരിക്കുന്നു. നിന്റെ വചനത്തെ ഈ രാവിലെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി നീ ഒരു വഴി തുറക്കണമേ. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഞാൻ നിന്നെ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെടും. ആദിയിലെ വചനം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദീർഘായുസ് കൊണ്ട് നമ്മെ വഴി നടത്തുന്ന ആദിയിലെ വചനം, നമ്മുടെ കട്ടതയിൽ ബലം തരുന്ന ഈ വചനം, നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ദൈവത്തിന്റെ വചനം, നമ്മുടെ ഞെരുക്കത്തിൽ വിശാലത തരുന്ന ദൈവത്തിന്റെ വചനം, നാം ഏത് പ്രതിസന്ധിയിലായിരുന്നുവോ അതേ പ്രതിസന്ധിയിൽ നിന്ന് കൈപിടിച്ചു നടത്തുന്ന ദൈവത്തിന്റെ വചനം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ പ്രതിസന്ധിയാണ് നാം കാണുന്നെങ്കിൽ അതിനപ്പുറമുള്ള അത്ഭുതത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓവർടേക്ക് ചെയ്ത് അതിനപ്പുറമുള്ള അത്ഭുതത്തെ നമുക്ക് കാണേണ്ടി വരും. കണ്ടേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരാമയും പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പ്രതിസന്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നെങ്കിൽ അതിനപ്പുറമുള്ള അത്ഭുതത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആയുഷ്കാലം മുഴുവൻ നമുക്ക് എന്ത് കാണാം? പ്രതിസന്ധിയെ കാണാം. ആമേൻ. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മുടെ കട്ടതിൽ നമ്മൾ ഉരുകിത്തീരണം, ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ജീവിക്കണമെന്നല്ല. പതിയെ ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി പുത്തൻ പാട്ടും തന്ന് നല്ല വഴികളെ കാണിക്കുന്നതാണ് യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു മതവിഭാഗത്തിന്റെ മാത്രം വചനമല്ല, ഇതൊരു സംഘടനയ്ക്കുള്ളത് മാത്രമല്ല, ഇതൊരു പ്രത്യേക സഭാ വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല. ആമേൻ. അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പഠിച്ചവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സഭാ ശുശ്രൂഷകർക്കോ സഭാ വിശ്വാസികൾക്കോ പ്രാർത്ഥനാ വീരന്മാർക്കോ വേണ്ടി മാത്രമുള്ള വചനമല്ല. സകല ജാതികൾക്ക് വേണ്ടിയുള്ള, സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള വചനം. യേശുവിന്റെ നാമത്തിൽ ആ വചനമാണ് ഇന്ന് രാവിലെ ഈ പ്രഭാതം നമുക്ക് കാണിപ്പാൻ ദൈവം അത്ഭുതം ചെയ്തത്. ഈ വചനമാണ് ഇന്ന് രാവിലെ നമ്മെ നിർത്തിയത്. ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കുന്നു. അന്ന് പത്രോസ് 2-ാം അധ്യായത്തിന് 1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേൻ. ഈ വചനത്തെ ആഗ്രഹിപ്പാൻ, ഈ വചനത്തെ കൂടെ കൊണ്ട് നടപ്പാൻ, ഈ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിപ്പാൻ, ഈ വചനത്തെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പറഞ്ഞു കൊടുപ്പാൻ, പഠിപ്പിപ്പാൻ, പകരപ്പെടുവാൻ
രാവിലെ നമുക്ക് തയ്യാറാകാമോ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ട എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൂട്ടുവേലക്കാരെ, ജാതിമത ഭേദ വർണ്ണ വർഗ സഭാ വ്യത്യാസം എന്നെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, കൂട്ടുകാരെ, ഈ വചനം നമ്മുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ കഷ്ടതയിൽ, പ്രയാസത്തിൽ, പ്രതിസന്ധികൾ ദൈവം അവലംബനം ചെയ്യട്ടെ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധനായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തെ കൊണ്ടുവരണം. എല്ലാ പ്രിയപ്പെട്ടവരും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടെ എല്ലാ ആവശ്യങ്ങളും അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേൾക്കൃപിക്കായി സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല കർത്താവേ. ആമേൻ, 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 ആമേൻ. സിക്കമൂർ മരത്തിന്മേലെ ഗുരുവിനെ കാണുവാനായി തത്തിക്കേറും സക്കായിയോടീശോ മൊഴിഞ്ഞു. ഇന്നെന്റെ താമസം നിന്റെ ഗേഹത്തിൽ. സിക്കമൂർ മരത്തിന്മേലെ ഗുരുവിനെ കാണുവാനായി തത്തിക്കേറും സക്കായിയോടീശോ മൊഴിഞ്ഞു. ഇന്നെന്റെ താമസം നിന്റെ ഗേഹത്തിൽ. അഭിമാനത്തോടെ അന്ന് പാപിയാം സക്കായി സ്വീകരിച്ചു യേശുവിനേറെ ആദരവാൽ. അഭിമാനത്തോടെ അന്ന് പാപിയാം സക്കായി സ്വീകരിച്ചു യേശുവിനേറെ ആദരവാൽ. കാണാത്ത കുഞ്ഞാടിനെ കണ്ടെത്തും പോലിടയൻ ആമോദത്താൽ പുണർന്നു വാരോമൽ സുധനേ. കാണാത്ത കുഞ്ഞാടിനെ കണ്ടെത്തും പോലിടയൻ ആമോദത്താൽ പുണർന്നു വാരോമൽ സുധനേ. സമ്പത്തിൽ പാതിയും പാവങ്ങൾ കേകിടാനും വഞ്ചിച്ചെടുത്തവയെല്ലാം 10 മടങ്ങേകാനും. സമ്പത്തിൽ പാതിയും പാവങ്ങൾ കേകിടാനും വഞ്ചിച്ചെടുത്തവയെല്ലാം 10 മടങ്ങേകാനും. വാഗ്ദാനം ചെയ്തവനോ നീ രക്ഷയാർന്നവനായി
ധന്യമാർന്ന വീടും സ്വർഗീയ സ്നേഹത്താൽ വാഗ്ദാനം ചെയ്തവനുതി രക്ഷയാർന്നവനായി. ധന്യമാർന്ന വീടും സ്വർഗീയ സ്നേഹത്താൽ സിക്കമൂർ മരത്തിന്മേലെ ഗുരുവിനെ കാണുവാനായി തത്തിക്കേറും സക്കായിയോടീശോ മൊഴിഞ്ഞു. ഇന്നെന്റെ താമസം നിന്റെ ഗേഹത്തിൽ. സിക്കമൂർ മരത്തിന്മേലെ ഗുരുവിനെ കാണുവാനായി തത്തിക്കേറും സക്കായിയോടീശോ മൊഴിഞ്ഞു. ഇന്നെന്റെ താമസം നിന്റെ ഗേഹത്തിൽ.